മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 142 കോടിയിൽ 100 കോടിയും പരമദരിദ്രരായ ഇന്ത്യയിൽ ഏറ്റവും ഫലപ്രദമായിരുന്ന സർക്കാർ പദ്ധതി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിൽ ഏറെയായി ദുർബല വിഭാഗങ്ങളിലേക്ക് പണം എത്തിയിരുന്നത് ഈ ഒരു പദ്ധതിയിലൂടെയാണ്. ഈ പണമാണ് ഗ്രാമങ്ങളിലെ വിപണികളിലേക്ക് അന്നന്നിറങ്ങിയത്. ആഗോള സാമ്പത്തിക മാന്ദ്യമുണ്ടായ 2008 ലോകമെങ്ങും കടുത്ത പ്രതിസന്ധിയിലായി. അന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ തളരാതെ നിന്നതിന് ഒരു കാരണവും വിപണിയിലെത്തിയ ഈ പണമായിരുന്നു. ഒരു തെങ്ങിന്റെ ചുവട് കിളയ്ക്കാൻ 15 പേർ എന്നൊക്കെ പരിഹാസം വരാറുണ്ട്. തൂമ്പയെടുക്കാൻ ആരോഗ്യമില്ലാത്ത വയോജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നു എന്ന വിമർശനവും വരാറുണ്ട്. എന്നാൽ ദിവസവും 344 രൂപ 23 പൈസ വീതം 100 ദിവസം പണം കിട്ടിയവർ കൂടിയാണ് ഈ നാടിനെ ഇതുവരെ ചലിപ്പിച്ചത്. അതാണ് പരമാർത്ഥം. ആ പണം കൂടി കിട്ടാനില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ 20 ലക്ഷം പൗരന്മാർ മറ്റൊരു വരുമാനവും ഇല്ലാത്തവരായി തീരുമായിരുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. കേന്ദ്രം ഇഞ്ചിഞ്ചായി കൊല്ലുകയാണോ തൊഴിലുറപ്പ് പദ്ധതിയെ? ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് എങ്ങനെയാണെന്നറിയാൻ ആ വകയെടുത്താൽ മാത്രം നോക്കിയാൽ മതിയാകും. ആദ്യം 2020-21 കണക്കുകൾ നോക്കിയാൽ കേന്ദ്രം അനുവദിച്ചത് 1,11,170 കോടി 86 ലക്ഷം രൂപയാണ്. 2021-22 98,467 കോടി 84 ലക്ഷം. 2022-23 90,810 കോടി 99 ലക്ഷം. 2023-24 89,268 കോടി 30 ലക്ഷം. ഇനി നടപ്പ് വർഷം നോക്കിയാൽ 82,421 കോടി 5 ലക്ഷം. അതായത് 5 വർഷം കൊണ്ട് പദ്ധതി വകയിരുത്തലിൽ ഉണ്ടായ കുറവ് 28,749 കോടി രൂപയാണ്. വിലപ്പെരുപ്പ തോത് കൂട്ടിയാൽ 60,000 കോടി രൂപയെങ്കിലും അധികമായി അനുവദിക്കേണ്ടിയിരുന്നതാണ്. അവിടെയാണ് 28,749 കോടിയുടെ കുറവുണ്ടായത്. ആ കുറവ് 100 ദിവസം തൊഴിൽ കിട്ടുന്നവരുടെ എണ്ണത്തിലും പ്രതിഫലിച്ചു. ലക്ഷങ്ങൾക്ക് 10 ദിവസത്തെ തൊഴിൽ പോലും കിട്ടാത്ത അവസ്ഥയായി. ഗുണഭോക്താക്കളായിരുന്ന വീടുകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. അതാണ് ഇപ്പോ ഇന്ത്യയുടെ ഗ്രാമീണ വിപണിയെ ബാധിച്ചിരിക്കുന്ന മാന്ദ്യത്തിന്റെ കാരണങ്ങളിൽ ഒന്ന്. തൊഴിലുറപ്പിലെ കൂലി ബാങ്കിലിട്ട് പണക്കാരനാക്കാനല്ല ഉപയോഗിക്കുന്നത്. അക്കൗണ്ടിൽ വരുന്ന നിമിഷം തന്നെ അടുത്ത പലചരക്ക് കടയിൽ എത്തുന്നതാണ് ആ തുക. അതാണ് ഏറെക്കുറെ ഇല്ലാതാകുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും സജീവമായി നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് നമ്മുടേതാണ്, കേരളം. ഇവിടെ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സജീവമാണ്. കുളം നന്നാക്കുന്നത്, റോഡ് നന്നാക്കുന്നത് മുതൽ പുരയിടങ്ങളിലെ തെങ്ങിൻ ചുവട് കിളയ്ക്കുന്നത് വരെ ഏറ്റെടുക്കാൻ ഇവിടെ ആളുണ്ട്. ഈ പരിഹസിക്കുന്നത് പോലെയല്ല, തൊഴിലുറപ്പ് കൊണ്ട് നമ്മുടെ നാട്ടിൽ വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്തു. ആ കേരളത്തിനുള്ള കഴിഞ്ഞ 5 വർഷത്തെ കേന്ദ്ര വകയിരുത്തൽ നോക്കിയാൽ 2020-21 4,286.77 കോടി രൂപ, 2021-22 3,551.93 കോടി, 22-23 3,818.42 കോടി, 2023-24 3,084.95 കോടി രൂപ. ഇനി നടപ്പ് സാമ്പത്തിക വർഷമായ 2024-25 കിട്ടിയത് 3,027.86 കോടി. പടവലങ്ങ പോലെ താഴേക്കാണ്. 5 വർഷം കൊണ്ട് 1,200 കോടിയിലധികം രൂപയാണ് കേരളത്തിനുള്ള കേന്ദ്ര തൊഴിലുറപ്പ് വിഹിതത്തിൽ കുറഞ്ഞത്. ചെറിയ സംസ്ഥാനമായിട്ടും ജനസംഖ്യയിൽ ഏറെ പിന്നിലായിട്ടും രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ 100 ദിവസം തൊഴിലെടുത്ത സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കേരളം. 5 വർഷം മുൻപ് കിട്ടിയിരുന്ന 4,286 കോടി രൂപ 3,027 കോടി രൂപയായി ഇടിയുമ്പോൾ ഇളകുന്നത് ഗ്രാമീണ കേരളത്തിന്റെ അടിത്തറ കൂടിയാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് കൂലി നൽകുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ ഈ വർഷം ദിവസം 344 രൂപ 23 പൈസ വീതമാണ് നൽകുന്നത്. ദക്ഷിണേന്ത്യയിൽ കേരളത്തോട് അല്പമെങ്കിലും അടുത്ത് വരുന്നത് കർണാടക മാത്രമാണ്. കർണാടക നൽകുന്നത് 328 രൂപ 59 പൈസ. തമിഴ്നാട്ടിൽ 275 രൂപ 14 പൈസയാണ് നൽകുന്നത്. ആന്ധ്രയിൽ ദിവസക്കൂലി 255 രൂപ 52 പൈസയും തെലങ്കാനയിൽ 213 രൂപ 85 പൈസയും മാത്രമാണ്. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ കേരളത്തേക്കാൾ നൽകുന്ന 2 സംസ്ഥാനങ്ങൾ ഹരിയാനയും ഗോവയുമാണ്. ഹരിയാനയിൽ
363 രൂപ 54 പൈസയും ഗോവയിൽ 356 രൂപയും നൽകുന്നുണ്ട്. ഉത്തർപ്രദേശിൽ 236 രൂപ 23 പൈസ മാത്രം നൽകുമ്പോൾ പശ്ചിമ ബംഗാളിൽ കൂലി 226 രൂപ 79 പൈസ മാത്രമാണ്. ബംഗാളില് ഇത്തവണ പദ്ധതി കേന്ദ്ര സർക്കാർ നിർത്തിവച്ചിരിക്കുകയാണ്. സർക്കാർ ഫണ്ട് വകമാറ്റി എന്നാരോപിച്ചാണ് ഈ നടപടി. ആ വിവാദം പാർലമെന്റിനെയും ചൂട് പിടിപ്പിച്ച് തുടരുകയാണ്. കേന്ദ്ര സർക്കാർ ഓരോ വർഷവും ഫണ്ട് വെട്ടിക്കുറയ്ക്കുമ്പോൾ അത് പ്രതിഫലിക്കുന്നത് പല വിധത്തിലാണ്. ചില സംസ്ഥാനങ്ങളിൽ പേരിന് മാത്രമായി തൊഴിലുറപ്പ് പദ്ധതി, മറ്റു ചിലയിടങ്ങളിൽ തൊഴിലാളികൾ വ്യാപകമായി കൊഴിഞ്ഞു പോകുന്നു. കേരളം പോലെ ഈ പദ്ധതി സജീവമായ സംസ്ഥാനങ്ങളിൽ 100 ദിവസം തൊഴിൽ കിട്ടുന്നവരുടെ എണ്ണത്തിലാണ് ഇത് പ്രതിഫലിച്ചത്. 20,96,000 സജീവ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കേരളത്തിലുള്ളത്. ഇവരിൽ 75% വരെ 100 ദിവസം നേരത്തെ തൊഴിൽ കിട്ടിയിരുന്നു. ഈ വർഷം ഇതുവരെ 100 ദിവസവും തൊഴിൽ കിട്ടിയത് 3,36,009 പേർക്ക് മാത്രമാണ്. അതായത് മൊത്തം തൊഴിലാളികളുടെ 16% മാത്രമാണ് 100 ദിവസമെങ്കിലും പണി കിട്ടിയത്. 100 ദിവസം തൊഴിലെന്നത് 180 ദിവസമെങ്കിലും ആക്കണമെന്ന മുറവിളി ഉയരുമ്പോഴാണ് ഈ പദ്ധതി ലക്ഷ്യം കാണാതെ പോകുന്നത്. രാഷ്ട്രപിതാവിന്റെ പേരിലുള്ള ഈ പദ്ധതി ഇങ്ങനെ നിലച്ചു പോയാൽ ജീവശ്വാസം നഷ്ടപ്പെടുന്നത് ഗ്രാമീണ ഇന്ത്യക്ക് കൂടി ആയിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം.